അത് പിന്നെ എന്തോന്ന് കുമാറേ, മാമൻ അടക്കിയത് അവിടെയല്ലേ, അവിടെ തന്നെ മാമി അടക്കണമെന്ന് മാമി പറഞ്ഞിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാ ഈ പ്രസന്റ് എങ്ങനെ പറയുമ്പോ പിന്നെ എങ്ങനെയാണ്? അവന്റെ വഴിയിട്ടല്ലല്ല, നമ്മുടെ വസ്തുലല്ലേ, അതിന് അവനെന്ത്? അണ്ണാ ആ ഒരു ടൈപ്പ് അല്ലേ, വെറുതെ മരിപ്പായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലേ. നമുക്കൊന്ന് എവിടെ നിന്ന് മാറ്റി കൊടുത്താൽ എന്ത്? വെറുതെ അവൻ അലമ്പ ഒരു അവസരം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞാ ആ കുമാർ അത് നോക്കി ചെയ്യാട്ടാ. അണ്ണ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് ചെല്ലണം, ഞാൻ ആംബുലൻസ് കിടക്ക് വരാം. അണ്ണൻ ചെല്ലണം, ഞാൻ അവിടെ ഉണ്ടല്ലോ. ഇതിന്റെ അടിമൊത്തം പാറയടാ. എന്തായാലും നന്നായടാ, നമുക്ക് കുറച്ചേരം കൂടെ നിൽക്കാല്ലേ. ശരിക്കും ഈ പണിയേണ്ട വന്നാ ഞാൻ ഇറങ്ങി ഓടുവളിയാ. ആരും വരില്ലളിയാ, അതൊക്കെ ഞാൻ എപ്പോഴേ ബ്ലോക്ക് ചെയ്തു. ഇവിടെ പണിക്ക് വന്ന ബംഗാളിക്ക് ഞാൻ 500 കൊടുത്ത് പറഞ്ഞു വിട്ടു. അഞ്ജലി ഇപ്പൊ കാണാൻ ഭയങ്കര ഭംഗിയാളിയാ. അവളാ കരഞ്ഞിട്ട് മൂക്ക് വീഴണൊക്കെ കാണണം. ഏസ്തറ്റിക്ക് ഇവളാണ് അളിയ എൻ്റെ പെണ്ണ്. ഡേയ് ആരൊക്കെയാ വന്നടേ, ഞാൻ അങ്ങോട്ട് നിൽക്കേ. നീ എന്തായാലും ഇവിടെ പണി, ഞാൻ പോയി അവളെ കളച്ചിട്ട് വരാം. ബംഗാളേ ഇവിടെ വേണ്ട, നീയേ ദോ ആ മൂല പോയി, ദോ ഓ മൂലമേ പോയി കാം കരോടാ. ആ മൂല നീ പറഞ്ഞുട്ടാ എടേ, അത് കന്നിമൂലയാണ്. പേരേടത്തിന് എന്തോന്ന് കന്നിമൂല? അറിഞ്ഞൂടെ ഈ സംസാരിക്കാൻ പോവൻ. പേരേടത്തിന് കന്നിമൂല ഇല്ലെന്ന. മാമ മരിച്ച ഞങ്ങളെ സഹോദരി എന്നെ സമ്മതിച്ച് എന്ന് വെച്ചാൽ എല്ലാത്തിലും കയറി ഉടക്കാൻ നിൽക്കല്ലേ. പോടാ കന്നിമൂല കന്നിമൂലയാ, പോടാ ഇറക്ക ജൽദി തരക്ക്. മാമ നിങ്ങൾ പോയി. ഹലോ, നീ എന്താ എന്നെ വിളിച്ച് പറയുന്നേ? അത് അച്ഛൻ വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞ്. അച്ഛൻ വിളിച്ചു, അത് ഓക്കെ, പക്ഷെ നിനക്കൊന്നും വിളിക്കായിരുന്നല്ലോ. നീ അച്ഛനും അമ്മയും വിളിച്ച് പറഞ്ഞായിരുന്നോ? ഇല്ല. കണ്ടോ, നിനക്കിപ്പോൾ എന്തൊക്കെയോ മാറ്റം ഉണ്ട് അഞ്ജലി. നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ പോലെയല്ല നീ ഇപ്പോൾ. ചേട്ടാ, ഇവിടെ എൻ്റെ അമ്മമ്മയാണ് മരിച്ചത്. രാവിലെ ഒരു കുഴപ്പമില്ലാതെ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് എനിക്കിപ്പോൾ കിടന്ന് അടികൂടാനൊന്നും വയ്യ. ഞാൻ അടികൂടാൻ വന്നോ? എന്തായാലും ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോൾ ആളെയല്ല നീ ഇപ്പോൾ. അവിടെ എന്താ ഒരു ശബ്ദം കേൾക്കുന്നേ? ബാൻഡ് മേളും. അഞ്ജലി, നീ ഇപ്പൊ എവിടെ നിൽക്കുന്നേ? ഞാൻ എൻ്റെ വീട്ടില്. പിന്നെ അവിടെ എങ്ങനെ ഈ ബാൻഡ് കേൾക്കുന്നേ? അവിടെയൊക്കെ മരണ വീട്ടിൽ ബാൻഡ് വായിക്കോ? ആ വായിക്കും. ഇത് എൻ്റെ വെടിക്കെട്ടുണ്ട്. എന്ത്? അത് അപ്പുറത്തെ വീട്ടിൽ അവരെന്തോ പ്രാക്ടീസ് ചെയ്യണയാണ്. നിനക്കിത് ആദ്യമേ പറഞ്ഞൂടെ? ചേട്ടാ ഇവിടെ എന്നെ വിളിക്കണം, ഞാൻ ഒന്ന് വെച്ചോട്ടാ. ഞാൻ ഫ്രീ ആകുമ്പോൾ തിരിച്ചു വിളിക്കാം. നിക്ക് നീ ഇപ്പൊ തന്നെ എൻ്റെ അമ്മ അച്ഛനെ വിളിച്ചേക്കണം, മനസ്സിലായോ? ഓ ഞാൻ നല്ല വൈബ് പരിപ്പിടല്ലേ? അതൊക്കെ തന്നെ ബോഡി ഇപ്പൊ കൊണ്ടുവരും. കുപ്പി എടുക്കണ്ട, നീ ഷെയർ ഇട്. ഡേയ്, ഞാനല്ലടെ 2 കിലോ ചിക്കൻ സ്പോൺസർ ചെയ്താ. എടാ നീ കളിക്കല്ലേ, ആരെങ്കിലും വിളിച്ചിട്ട് കാശ് ഒപ്പിച്ചാണ്. ആരെങ്കിലും വിളിച്ച് കാശ് ഒപ്പിക്കാൻ പറയാം. ഈ സമയത്ത് ഞാൻ ഇവിടെ പോകാനാണ്. നീ ഇത് പിടിച്ചാണ്ടാ എന്താ പിടി, ആരെങ്കിലും മരണം നോക്കിയ. ഇതൊക്കെ കുറച്ച് ഓവറാണ് കേട്ടാ. 4000 ഇന്ന് മുരളിയണ്ണന് ചെലവ് തന്നെ. മരണം, സഞ്ചയനം, കരിനാള്, കുളിയടി എന്തരം. അതിൻ്റെ കൂടെ ഇതുകൂടെ അങ്ങ് ഇരിക്കട്ടെ. എന്നെ അവൾ ഇതുവരെ കണ്ടില്ലളിയാ. എൻ്റെ ഫോണെത്തി തന്നാണ്. എൻ്റെ നമ്പർ ബ്ലോക്ക് ആക്കിയാണ് അവള്. ഞാൻ ഇവിടെ നിൽക്കണേ, അവളെ ഒന്ന് വിളിച്ച് പറയട്ടെ. എനിക്ക് ഇവിടെ ഒരുപാട് പണിയുണ്ട്. ഓ അറിയാം. ഇത് ചെയ്തിരുന്നിട്ട് വേണം എനിക്കെൻ്റെ വീട്ടിൽ പോകാൻ. നീ നിന്റെ കാര്യത്തേക്ക് പോകാൻ. എന്തോന്നളിയാ, എനിക്ക് സമയം കാണണം. ഇനിയിപ്പോൾ അവൻ്റെ മണ്ണുള്ള ഷോ തുടങ്ങും. നിങ്ങളങ്ങനെ മൈൻഡ് ചെയ്യണമെന്നും പോണ്ട കേട്ടോ. ഇതൊക്കെ ആരുടെ ഇവിടെ കൊണ്ട് നിറക്കിയ? പിന്നെ കസേരയും ടാർപ്പൊക്കെ കരകത്തി വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പിന്നെ എന്തിന്? അല്ലണ്ണ, അത് പിന്നെ അണ്ണനെ കണ്ടുമില്ല. എന്തിനു വേണ്ടില്ല അന്ന്? ഇവിടെ സമയം കഴിഞ്ഞു പോയാ? ഇത് ഹൈക്കോട്ടിക്കോണം കരയോത്തിൻ്റെ പരിധി പറഞ്ഞ വീടാണ്. ഇവിടെ മരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ കരയോത്തിനറിയാം. ഓ നിങ്ങൾ നോക്കി, നിങ്ങൾ താരം പറഞ്ഞ അവിടെ നോക്കണ്ടെന്ന്. ഇതല്ല ഇപ്പോൾ ഇവിടെ പറയിക്കൊണ്ട് വയ്ക്കണം. പിറക്കൊണ്ട് പോണേ. ഇവിടെ വേണമെങ്കിൽ നിങ്ങളെ കസേരൻ്റെ അവിടെ എവിടെയെങ്കിലും ഇട്ടോ. അത് തീരുമാനിക്കാൻ നിൻ്റെ വീടല്ല,
അണ്ണാ നിങ്ങളെ വിടുമല്ലോ, നിങ്ങളങ്ങ് തീരുമാനിക്കാൻ. ഇത് എൻ്റെ വാർഡിനകത്ത് വരുന്ന വീടാണ്. അപ്പോൾ എനിക്കറിയാം അവിടെ എന്ത് ചെയ്യണം. ഡേയ് ഇത് കരയോഗമാണ് പറയണത്. എങ്കിൽ ഈ പറയണത് വാർഡ് മെമ്പറാണ്. മെമ്പറൊക്കെ അങ്ങ് പഞ്ചായത്തിൽ മതി, മരണ വെട്ടി വേണ്ട. മരണ വീട് എന്ത് നിങ്ങൾക്ക് എഴുതി തന്നേക്കണം. നിനക്ക് മുട രസമുണ്ട്. എനിക്ക് വരാസം. എന്താണ് മുരളി ഇതല്ല ഇപ്പം ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയില്ലെങ്കിൽ പിന്നെ കരയോഗം ഒന്നിന് കൂടെ വയ്ക്കില്ല, പറഞ്ഞേക്കാം. കുമാരേ അണ്ണ ഇറക്കണ. കുമാരേ വാ. വേണു കന്നിമൂലയിലാണ് അടക്കാൻ പോണത്. ഇതാരാണ് ഇതൊക്കെ ഇവിടെ തീരുമാനിച്ചത്? വേണോണ അത് അപ്പുറത്തെ പ്രശ്നമാണ്. അവരെ വഴിയുടെ അരിവിലിട്ട് കത്തിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ടാണ്. ഏത് പ്രശ്നം? അവനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ആണോ? വാ. അഞ്ജലി സുഹൈൽ ആരെയൊക്കെ വെട്ടി തള്ളണം. യവന്മാരേത്? ഭൈരവം കൊണ്ടുവന്ന് ബംഗാളി. ഓ ഡേ ഭായ് ഇധർ നഹീ ഉധർ ജാവോ സാഫ് കരോ. ഡാ എന്താടാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അവിടെ പോയി വെച്ചടാ. ഡാ പോടാ. ജാവോടാ ഞാൻ അടിമേ. ജാവോ. എന്നാലും അണ്ണാ ഇറക്കി വെച്ച അവസരമൊക്കെ തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ സ്വപ്പം അന്യായല്ലേ അണ്ണാ? കുമാരേ ഞാൻ പറയണ നീ കേള്. എൻ്റെ മോളെ കല്യാണം അവിടെ പന്തളത്ത് കരയോഗം വഴി ഇവിടെ വേണുണ്ണൻ്റെ അടുത്ത് വിളിച്ചാണ് നമ്മളെ പറ്റിയൊക്കെ അവർ അന്വേഷിച്ചത്. അതുകൊണ്ടാണ് ഈ സമയത്ത് ഞാൻ വേണുണ്ണനെ പിണക്കിയ എനിക്കറിയാലോ, അല്ലാതെ പേടിച്ചിട്ടൊന്നുമില്ല. എന്തോ പന്തളത്തുനിന്ന് അവർ വരും എന്ന് പറഞ്ഞ ഹരീന്ദ്രായി. ആ അതന്നെ അവർ 12:40 കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 3:30 ആകുമ്പോൾ ബോഡി എടുക്കാം. അതിന് 2 മണിക്ക് ബോഡി എടുക്കാൻ അവൻ പറഞ്ഞിരിക്കുകയാണ്. അവൻ്റെ തീരുമാനമൊക്കെ അവിടെ ഇരിക്കുകയുള്ളൂ. നമ്മൾ 3:30 മണിക്ക് ബോഡി എടുക്കും. എന്ത്? അല്ല അതണ്ണ തീരുമാനിച്ചാൽ മതി. അവന്മാർക്ക് എന്താ ഭ്രാന്താ? ഇവിടെ വിട്ടാ നേരത്തെ അവിടെ പോകാൻ പറയും, അവിടെ വിട്ടാ നേരത്തെ ഇവിടെ വരാൻ പറയും. പുല്ല് നിന്റെ അവളെ അമ്മൂമ്മ അടക്കാൻ എന്നെ അടക്കേണ്ടി വരും. നീ എനിക്ക് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാ. ഇനി അഡ്ജസ്റ്റ് കൂടെ ചെയ്യണോ ഞാൻ? ആർക്ക്? നീ കൂടെ ഒന്നും നില്ലേ. ഞാനല്ല. ഇല്ല ഇനി എണ്ണം വിട്ടു. 7 കൊല്ലം ആദ്യം കോടതി കയറി ഇറങ്ങിയിട്ട് കിട്ടിയ വഴിയാണ്. അവിടെ കൊണ്ടിട്ട് ഉണ്ടാക്കാൻ കിട്ടിയുള്ളൂ അവക്കൊക്കെ. നോക്കിക്കോ. അവക്കൊക്കെ എവിടൊക്കെ പെരേറെ കിടക്കുന്നത്. എന്നിട്ട് അവിടെ കൊണ്ടിട്ട് കത്തിക്കാൻ പറ്റുള്ളൂ. അവിടെ പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല. നിന്റെ അടുത്തൊക്കെ എന്റെ അണ്ണ ഇവിടെ വന്ന് പറഞ്ഞല്ലേടാ അവിടെ എനിക്ക് പറ്റൂല. ശക്തിച്ചേട്ടനല്ലേ അത്? എടി ശക്തിച്ചേട്ടൻ. ഏത്? എന്റെ കോളേജിലെ സീനിയർ ആണ് ആ ചേട്ടൻ, ആ ചുവന്ന ഷർട്ട്. ഓ അതിവിടെ പണിക്ക് വന്ന ആരാണ്? അല്ല ടിറ്റു ശക്തിച്ചേട്ടൻ. ഈ വേട്ടവാളിയിലുണ്ടോ? എനിക്ക് വയ്യത് ഇതെല്ലാം കൂടി പ്രശ്നമെന്ന് തോന്നണം. ഈ വഴി തന്നെ ഇവര് തന്ന വഴിയല്ലേടി? ആര്യെന്ന് കേസ് കൊടുത്ത് വാങ്ങിച്ച വഴിയാണ്. അവര് വഴി തന്നെ പോലും. ഇവിടെ വിളിച്ചോണ്ട് പോ. എന്തിനു വിളിച്ചോണ്ട് പോയി? അവരെ അവിടെ ഇട്ട് കത്തിക്കോക്കി. അതിനു മുമ്പ് അമ്പികയെ കത്തിക്കണം. സതീശ വേറെ ആരുമല്ല, കരയോഗം പ്രസിഡന്റ് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് മാറ്റിയത്. പ്രസിഡന്റാ പ്രധാനമന്ത്രിയാന്ന് എനിക്കറിയണ്ട. ഇത് ഇപ്പൊ എന്റെ വഴിയെടുത്തുനിന്ന് മാറ്റിലേക്ക് നീയൊക്കെ സ്വപ്പം വിവരം അറിയും. പ്രസന്ന അവിടെ കത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ അത് നടത്താനും എനിക്കറിയാം. ഒരുത്തനും കത്തിക്കൂല.